കാഫറാണെന്ന് പറയുന്ന വഹാബിസത്തോട് നമുക്ക് യോജിപ്പില്ല. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുകയാണ്. ഇത് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസമാണ്. അതുകൊണ്ട് നമ്മുടെ വിഷയത്തിന്റെ ഭാഗമല്ലെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വഹാബിസം സ്വീകരിച്ച നിലപാടെന്താ, അതുകൂടി സൂചിപ്പിച്ച് ഈ പ്രസംഗം അവസാനിപ്പിക്കാം. നബിദിനാഘോഷം ശിർക്കാണ്, അത് ബിദ്അത്താണ്, നരകത്തിൽ പോകുന്ന പരിപാടിയാണ് എന്നൊക്കെ ഇപ്പോ വഹാബികൾ പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞിക്കുട്ടി മൗലവി, EK മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന വഹാബിസത്തിന്റെ പഴയകാല നേതാവ്, അദ്ദേഹം പറയുന്നു, റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. ശ്രദ്ധിക്കണേ, ഇത് എഴുതുന്നത് കാന്തപുരം എഴുതിയതല്ല, EK മൗലവി എന്ന വഹാബി നേതാവ് എഴുതുക. മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനായിട്ടുള്ളത് ഈ മാസത്തിലാകയാൽ അതിന്റെ ഓർമ്മക്കായും ആ പുണ്യാത്മാവിനോട് നമുക്കുള്ള അതിരറ്റ സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഏറ്റവും മഹത്തായ ഈ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ജനനനാളായ റബീഉൽ അവ്വൽ 12-ാം തീയതിയിൽ ലോകത്തിന് റഹ്മത്തായി എഴുന്നേൽപ്പിക്കപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുരുങ്ങിയ ചരിത്രത്തെയെങ്കിലും ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക എന്നതിലാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ, അള്ളാന്റെ റസൂലിന്റെ ജന്മദിനം വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കണം, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് മൗലവിമാര് വിശദീകരിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞില്ല. രണ്ടാമത് അദ്ദേഹം പറയുന്നു, അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. മുജാഹിദ് മൗലവിമാരാണ് പറയുന്നത്, ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിക്കുന്നുണ്ട്. തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യഹൃദയങ്ങളിൽ ഊന്നിപ്പിടിപ്പിക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളമായി വിശദീകരിക്കുന്നു. ഈ കൊണ്ടാട്ടം ഒരു പുണ്യകർമ്മമാണ് എന്നുവരെ നോക്കൂ നിങ്ങൾ. ഇതേ പത്രത്തിന്റെ തന്നെ 22-ാമത്തെ പേജിൽ പറയുന്നു, മൗലിദിന്റെ മജ്ലിസ്, ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്സ് ഒരു പുണ്യ സദസ്സ് തന്നെയാണ്. കണ്ടോ, ഈ കാര്യങ്ങൾ സാധിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് നേരത്തെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാര്യങ്ങൾ? കണ്ടോ, ഇത്തരക്കാർ മൗലിദ് യോഗത്തിൽ വന്നു ചേരുകയും നബി ചരിത്രങ്ങളെ കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യും. അന്ന് മുസ്ലിം ലോകം ഒന്നായി കൊണ്ടാടുന്ന മൗലിദ് യോഗത്തിൽ നബിയുടെ ശരിയായ നടപടിക്രമം വിവരമായി പറഞ്ഞുകൊടുക്കും. അങ്ങയുടെ ഉത്തമങ്ങളായ സ്വഭാവ ഗുണങ്ങൾ വിവരിക്കും. നബിയെ പിന്തുടരാനുള്ള ഉത്ബോധനങ്ങൾ നൽകും. സദസ്സിൽ നബിയോടുള്ള പ്രേമം വളർത്തും. നബിയുടെ അനുയായികളായ സ്വഹാബത്തിന്റെ മതനിഷ്ഠ, ഭക്തി മുതലായവ വിവരിക്കും. അവിടെ കൂടിയിരിക്കുന്നവരുടെ നാവുകളെല്ലാം സ്വലാത്ത് ചൊല്ലുന്നതിന് പ്രേരിപ്പിക്കും. അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കുവാൻ പര്യാപ്തങ്ങളായ ഉപദേശങ്ങൾ നൽകും. ഇതൊക്കെ എവിടെ നടക്കുന്നത്? മൗലിദ് സദസ്സിൽ, മൗലൂദ് യോഗത്തിൽ, നബിദിനാഘോഷത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വഹാബി മൗലവി വിശദീകരിക്കുക. എന്നിട്ട് പറയുന്നു, ഈ സംഗതികൾ, ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്സ് ഒരു പുണ്യ സദസ്സ് തന്നെയാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്.
മൗലിദ് സദസ്സിൽ പങ്കെടുക്കാൻ തൗഫീക്ക് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. ഈ മജ്ലിസിൽ മൗലിദ് സദസ്സിൽ ദീനിയായ സ്വഹീഹായ ദീനറിയുന്ന ആലിമീങ്ങൾ ധാരാളം ഒരുമിച്ച് കൂടിയിരിക്കണം. അപ്പൊ മുതഅല്ലിമീങ്ങളെ ആലിമീങ്ങളൊക്കെ വിളിച്ചിട്ട് നല്ല മൗലൂദോതി ആ മൗലൂദിൽ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ധാരാളമായി ചൊല്ലി അങ്ങനെയുള്ള ഒരു സദസ്സ് ഒരു പുണ്യ സദസ്സ് തന്നെയാണ് എന്ന് കേരളത്തിൽ പ്രസിദ്ധീകരിച്ച അൽ ഇർഷാദ് മാസിക സഹോദരങ്ങളെ ഇ കെ മൗലവി രേഖപ്പെടുത്തുന്നു. എന്നാ ഇതൊക്കെ വെറും പറഞ്ഞു പോകണോ? അല്ല, വഹാബികൾ നബിദിനം ആഘോഷിക്കുകയും ചെയ്തു. ഞാനൊരു റിപ്പോർട്ട് വായിക്കാം. അൽ ഇർഷാദ് മാസിക വാള്യം 1 ലക്കം 5. ഈ സന്ദർഭത്തിൽ വഹാബികളുടെ പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് വായിക്കുന്നത്. ഈ സന്ദർഭത്തിൽ 2 കൊല്ലമായി മുസ്ലിം ഐക്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള മൗലിദാഘോഷം ഈ പ്രാവശ്യവും റബീഉൽ അവ്വൽ 12-ാം തീയതി ഭംഗിയായി കഴിഞ്ഞുകൂടി എന്നുള്ള വിവരം ഞങ്ങൾ വായനക്കാരെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. എറിയാട് ലോവർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കൊണ്ടാടപ്പെട്ട ഈ സുദിനത്തിൽ കൂടിയ വിദ്യാർത്ഥി സമ്മേളനത്തിലും മഹായോഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ബാല്യം, മതപ്രചാരണം, സ്വഭാവ വൈശിഷ്ട്യം എന്നിങ്ങനെ നബി ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മിക്ക ഭാഗങ്ങളെയും കുറിച്ച് മലയാളത്തിൽ ഓരോ മാന്യന്മാര് പ്രസംഗിച്ചു. അർത്ഥമറിയാതെ, ശ്രദ്ധിക്കണേ, അർത്ഥമറിയാതെ കുറെ അറബി വാക്യങ്ങൾ വായിച്ചാലേ മൗലിദ് ശരിപ്പെടുകയുള്ളൂ എന്ന് ശഠിക്കുന്നവർക്ക് നീരസം തോന്നാതിരിക്കത്തക്കവണ്ണം അറബിയിൽ മൗലൂദ് ഓതാനും കുറെ സമയം വിനിയോഗിക്കാതിരുന്നില്ല. ഞമ്മക്കിട്ടിട്ടൊരു ചൊട്ട് അറബിയിലാണല്ലേ നമ്മൾ മൗലൂദ് ഓതുക. അതൊരു നോണേ. റബീഉൽ അവ്വൽ മാസത്തിൽ റബീഉൽ അവ്വൽ 12-നും അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ദിവസം റബീഉൽ അവ്വലിൽ മദ്രസകളിൽ നടക്കുന്ന നബിദിനാഘോഷ യോഗങ്ങളിൽ അറബിയിലാ മൗലൂദ് ഓതല്? അല്ല, കുട്ടികളൊക്കെ മലയാളത്തിലാ ഓതുക. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാ, അതല്ലേ മൗലൂദ്. ആ മൗലൂദ് മലയാളത്തിൽ കുട്ടികൾ പറയും, അതുപോലെ പദ്യരൂപത്തിൽ പറയും, അതുപോലെ പള്ളിയിൽ വെച്ചിട്ട് അറബിയിൽ പറയും. അറബിയിലും മലയാളത്തിലൊക്കെ മൗലൂദ് ഓതലുണ്ട്. എന്നാൽ ഇയാൾ പറയുന്നു അറബിയിൽ കുറെ വാക്യങ്ങൾ വായിച്ചാലേ മൗലൂദ് ശരിപ്പെടുകയുള്ളൂവെന്ന് ശഠിക്കുന്നവർക്ക് നീരസം തോന്നാതിരിക്കത്തക്കവണ്ണം അറബിയിൽ മൗലൂദ് ഓതാനും കുറെ സമയം വിനിയോഗിക്കാതിരുന്നില്ല. യോഗത്തിൽ സംബന്ധിച്ചവർക്കും സംബന്ധിക്കാത്തവർക്കും ഒരു വിരുന്ന് നൽകുകയുമുണ്ടായി. അപ്പൊ ചീർണിയും കൊടുത്തുകണ്. മൗലൂദ് ഓതികൾക്കും ഓതാത്തവർക്കൊക്കെ ചീർണിയും കൊടുത്തു. ആരാണത്? ആരാ? മർക്കസിൽ നടന്ന നബിദിന സമ്മേളനമല്ല, പിന്നെയോ കേരളത്തിലെ വഹാബിസത്തിന്റെ ആദ്യ രൂപമായ മുസ്ലിം ഐക്യസംഘം കൊടുങ്ങല്ലൂരിലെ ഏറിയാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് റബീഉൽ അവ്വൽ 12-ന് നടത്തിയ മൗലിദാഘോഷത്തിന്റെ റിപ്പോർട്ട് അവരുടെ തന്നെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതാണിത്. എന്നാൽ കേൾക്കണോ നിങ്ങൾക്ക് രസകരമായ കാര്യം? അതിനുശേഷം കുറെ കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് മൗലിദാഘോഷം പൈശാചികമായി. നോക്കൂ നിങ്ങൾ സ്ക്രീനിലേക്ക്. ഇത് അൽ ഇസ്ലാഹ് മാസികയാണ്. അൽ ഇസ്ലാഹ് മാസികയിൽ പറയുന്നു മൗലിദാഘോഷം പൈശാചികം. അപ്പൊ നേരത്തെ മൗലൂദ് ഓതിയ ഇ കെ മൗലവി പിശാജ്, ടി കെ മൗലവി പിശാജ്, കെ എം മൗലവി പിശാജ്, ആ മൗലിദാഘോഷത്തിൽ പങ്കെടുത്ത് ചീർണി തട്ടിയ എല്ലാ മുജാഹിദുകളും പിശാചുക്കൾ. ആരാ പറയുന്നത്? ഇതാ വഹാബികൾ എന്ന് പറയുന്നു. മൗലിദാഘോഷം പിശാജിന്റെ പണിയാണ്, അത് പൈശാചികമാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? 1997 ജൂലൈ മാസത്തിൽ പ്രസിദ്ധീകരിച്ച സഹോദരങ്ങളെ ഈ മുജാഹിദിന്റെ പത്രത്തിൽ പറയുന്നു നബിദിനാഘോഷം പൈശാചികം. നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് മൗലിദാഘോഷം ഉദ്ഘാടനം ചെയ്തത് ഇക്കൊല്ലാരാ? ഇക്കൊല്ലം കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹുസൈൻ മടവൂർ. നോക്കൂ നിങ്ങൾ, പത്രത്തിൽ ഫോട്ടോ സഹിതം ഇതാ ഹുസൈൻ മടവൂരിന്റെ ഫോട്ടോ. ഹുസൈൻ മടവൂരിന്റെ ഫോട്ടോ. നബിദിനാഘോഷം മുജാഹിദുകൾ നിലപാട് മാറ്റുന്നു.
തിരുവനന്തപുരം പാളയം പള്ളിയിൽ നടന്ന നബിദിനാഘോഷ പരിപാടി ഇതാ ഉദ്ഘാടനം ചെയ്യുന്നു ഹുസൈൻ മടവൂര്. തിരുവനന്തപുരത്ത് മുജാഹിദ് നേതാവ് ഹുസൈൻ മടവൂര് നബിദിന പ്രഭാഷണം നടത്തുന്നത് സംബന്ധിച്ച് മാധ്യമം മാർച്ച് 20 പ്രസിദ്ധീകരിച്ച വാർത്തയും ചിത്രവും മാധ്യമത്തിൽ മാത്രമല്ല മനോരമയിലും ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം പാളയം പള്ളിയിൽ ഹുസൈൻ മടവൂര് സഹോദരങ്ങളെ മൗലിദാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നു. ഇതിനെ സംബന്ധിച്ച് മലപ്പുറത്ത് മുജാഹിദുകൾ അടുത്ത ദിവസം ഒരു പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനം നടത്തിയപ്പോൾ മുജാഹിദ് നേതാക്കന്മാരോട് ചോദിച്ചു, നിങ്ങൾ പഴയ കാലത്ത് മൗലിദാഘോഷം പൈശാചികമാണെന്നും അത് ശിർക്കും വിദേഹത്തുമാണെന്നും പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ഈ വർഷം തിരുവനന്തപുരത്ത് മൗലിദാഘോഷം ഉദ്ഘാടനം ചെയ്തത് നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹുസൈൻ മടവൂരാണല്ലോ എന്ന് പത്രപ്രവർത്തകന്മാർ ചോദിച്ചപ്പോ അവരതിന് മറുപടി പറഞ്ഞു. എന്ത്? നബിദിന പരിപാടികളിൽ ഇനിയും പങ്കെടുക്കും മുജാഹിദ് നേതാക്കൾ. മലപ്പുറം നബിദിന പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്നും ഇത്തരം പരിപാടികളിൽ ക്ഷണിച്ചാൽ ഇനിയും സംബന്ധിക്കുമെന്നും മുജാഹിദ് നേതാക്കൾ വ്യക്തമാക്കി. അപ്പൊ ക്ഷണിക്കേണ്ട ഒരൊറ്റ കുറവേ ഉള്ളൂ, മുജാഹിദ് മൗലവിമാർ നബിദിനാഘോഷത്തിൽ പങ്കെടുക്കാനേ. പാളയം പള്ളിയിൽ നിങ്ങളെന്താ നബിദിനാഘോഷം ഉദ്ഘാടനം ചെയ്തത് എന്ന് മുജാഹിദ് നേതാക്കളോട് പത്രസമ്മേളനത്തിൽ വെച്ച് ചോദിച്ചപ്പോ അതിന് പറഞ്ഞ മറുപടി, ഞങ്ങൾ ഇനിയും പങ്കെടുക്കും, ക്ഷണിച്ചാ മതി, ക്ഷണിച്ചാൽ ഞങ്ങൾ ഇനിയും പങ്കെടുക്കും. അപ്പൊ ഇവരും പിശാചുക്കളായി. ഇനി കേൾക്കൂ നിങ്ങൾ, നബിദിനാഘോഷം കടുത്ത ഹറാമാണ് എന്ന് ഒരു സുല്ലമി പ്രസംഗിക്കുന്നു. നോക്കൂ, ഇങ്ങനത്തെ ഒരു മൗലിദ് ആഘോഷിച്ചിട്ടില്ല. മതത്തില് അനാചാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മുസ്ലിം ലോകത്തെ ഏകകണ്ഠമായ തീരുമാനപ്രകാരം അനുവദനീയമല്ല തന്നെ. ഫലം യബ്ഖയില്ല മക്റൂഹൻ ഔ ഹറാമൻ. അതിനാൽ മൗലിദാഘോഷം ഒന്നുകിൽ വെറുക്കപ്പെട്ടത് അല്ലെങ്കിൽ ഹറാമായ കാര്യം, ഇതിൽ രണ്ടിലൊന്നാകാനാ തരമുള്ളത്. ഞങ്ങള് ആ ഹറാമാണ് മുമ്പ് ആര് ചെയ്തത്? EK മൗലവി ചെയ്തത്. ഏറിയാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൗലിദോദിയല്ലോ, അവിടെ ചീരിന് വിതരണം ചെയ്തല്ലോ. ആ ഹറാമാണ് പഴയകാല വഹാബികളും ഇപ്പൊ ഹുസൈൻ മടവൂരടക്കമുള്ള പുതിയ കാല വഹാബികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം മൗലിദാഘോഷം ഹറാമല്ല, കറാഹത്തല്ല. അത് സുന്നത്തി ജമാഅത്ത് അന്നത്തെ നിലപാട്. അതായത് നിങ്ങൾ നേരത്തെ ഒരു നിലപാട് പറഞ്ഞല്ലോ വഹാബികള്, എന്ത്? ഇതാ മൗലിദാഘോഷം ഒരു പുണ്യ സദസ്സ് തന്നെയാണ്, അവിടെ ആലിമീങ്ങൾ കൂടണം, സ്വാലിഹീങ്ങൾ കൂടണം, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണം. അത് ഇസ്ലാമിന്റെ പഴയ നിയമ. ആ നിയമം ഞങ്ങൾ ഇപ്പോഴും സ്വീകരിക്കുന്നു. നിങ്ങൾ ആ നിയമത്തിൽ നിന്ന് മാറി അത് പിന്നീട് പൈശാചികമായി, കറാഹത്തായി, ഹറാമായി നിങ്ങൾ മാറി. അതായത് പൗരോഹിത്യത്തിന്റെ കത്തി നിങ്ങൾ മൗലിദാഘോഷത്തിലും ഉപയോഗിച്ചു. സഹോദരങ്ങളെ, നേരത്തെ പുണ്യകർമ്മമായിരുന്ന ഒരു കാര്യം, നേരത്തെ സുന്നത്തായിരുന്ന ഒരു കാര്യം പിന്നെ പൈശാചികവും ഹറാമുമാണ് എന്ന് പറയാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? മതത്തിൽ സുന്നത്താണെന്ന് ഒരിക്കൽ ഇവർ തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യം അത് ഹറാമാണെന്നും പൈശാചികമാണെന്നും വിളിച്ചു പറയാനും തിരുത്താനും ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ഇവരെന്താ മതത്തിലെ പോപ്പുമാരാണോ? ഇവർ വത്തിക്കാനിൽ നിന്നാണോ വരുന്നത്? ഈ പോപ്പുമാരോട്, ഈ പുരോഹിതന്മാരോട്, ഈ പൗരോഹിത്യത്തോട്, ഈ വഹാബിസത്തോട് ഇസ്ലാമിന്